ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ മിനിറ്റുകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കറി പോലും വേണ്ട, നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഇത് വേണ്ടത് അതിനനുസരിച്ചിട്ട് മുട്ട എടുക്കുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ഉള്ളിയും, 2 ടേബിൾ സ്പൂൺ തക്കാളിയും, 2 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തതും, പിന്നെ 1 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കവും. ഞാൻ ചുവന്ന, മഞ്ഞ, പച്ച 3 കളറിലുള്ള ക്യാപ്സിക്കാണ് ഇട്ട് കൊടുത്തത്. നിങ്ങളടുത്ത് ഏതാണോ ഉള്ളത് അതെടുക്കുക. പിന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് അല്പം ഉപ്പും അല്പം കുരുമുളകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ദോശക്കല്ല് ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചൂടാക്കുക. ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു കയ്യിൽ ദോശ മാവുണ്ടല്ലോ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നമ്മൾ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് അരച്ചെടുക്കുന്ന മാവില്ലേ, അതാണ്. ഈ ഒരു ദോശമാവിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ഉണ്ടാക്കിക്കോളൂ. അങ്ങനെ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് റെഡിയാകുമ്പോൾ, മുകൾ ഭാഗമൊക്കെ ചെറുതായിട്ടൊന്ന് റെഡിയായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത ബട്ടർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒന്നുകിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബട്ടർ മെൽറ്റാക്കിയതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മുട്ട മിക്സ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതുപോലെ ഒന്ന് നടുവിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ക്യാപ്സിക്കം എല്ലാം കുറവാണെങ്കിൽ സ്പൂൺ കൊണ്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ മുട്ട മിക്സ് എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പെപ്പറിക്ക പൗഡർ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ഒന്നുകിൽ പെപ്പറിക്ക പൗഡർ അല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ഒന്ന് വിതറി കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് സെറ്റാവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചെറിയ തീയിൽ തന്നെ വെക്കുക കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അടിഭാഗമൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെക്കുക. എന്നിട്ട് ആ ഒരു മുട്ടൻ്റെ മിക്സൊക്കെ ചെറുതായിട്ടൊന്ന് സെറ്റായിട്ട് ആകുമ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൊസറല്ല ചീസ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ചീസ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഒറിഗാനോയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചീസ് ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചീസ് മെൽറ്റ് ആവുമ്പോൾ നമുക്കിത് ഓട്ടിൽ നിന്ന് എടുക്കാവുന്നതാണ്. അങ്ങനെ ഇതുപോലെ ചീസൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓട്ടിൽ നിന്ന് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിലാവുമ്പോൾ എടുത്ത് മാറ്റുക. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ഒരു ദോശ വെച്ച് കൊടുക്കാം. എന്നിട്ട് ചൂടോടെ തന്നെ കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. ചീസൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ ചുട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ കഴിക്കുക. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ദോശ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചട്നിയൊക്കെ കൂട്ടാവുന്നതാണ്. കറിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ അരച്ച് വെച്ച ദോശമാവ് ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ അങ്ങ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ദോശയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.